ഹായ്, നമുക്കിന്നൊരു കോഴിക്കാൽ ട്രൈ ചെയ്തല്ലോ. അപ്പം മൈദപ്പൊടി, കടലപ്പൊടി, കുരുമുളക്, മുളക് പൊടി, പിന്നെ നമുക്ക് വേണ്ടത് ഗരം മസാല, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കായപ്പൊടി, പിന്നെ കപ്പ നമ്മൾ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ആദ്യം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ മറ്റേ ഉപ്പ്, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത്, കായപ്പൊടി, ഇതെല്ലാം ഇട്ട ശേഷം നമുക്കിനി മൈദാപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് കടലമാവ് ഇട്ട് കൊടുക്കാം. 1 കപ്പ് മൈദാപ്പൊടി ആണെങ്കിൽ ഒരു 1/4 കപ്പ് കടലമാവ്, അങ്ങനത്തെ ഇതിൽ. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടിത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇതുപോലെ നല്ല മിക്സാക്കി എടുക്കണം. എന്നിട്ട് ഇതേപോലെ നമ്മൾ ഇങ്ങനെ ഷേപ്പിലാക്കി എടുക്കണം. എണ്ണ ചൂടാക്കണം. എണ്ണ നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിനോട്ട് നമുക്ക് നമ്മുടെ കപ്പയെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് എണ്ണയിലോട്ട് ഇടുമ്പോൾ തന്നെ നല്ല ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ നല്ല സ്മെല്ലുണ്ട്, അടിപൊളിയാണ്. അപ്പോൾ ഓരോന്നോരോന്ന് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് ഇപ്പം മൊഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ എല്ലാ കപ്പയും നമ്മൾ ഇതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മ കഴിച്ച് നോക്കുന്നുണ്ട്. ഭയങ്കര അടിപൊളി ടേസ്റ്റാണ്. നല്ല കടിക്കുമ്പോൾ ഇങ്ങനെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്, അടിപൊളിയാണ്. ഓക്കെ, മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ഓക്കെ, ബൈ.